ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തേടി വഴി കാലി ചുറ്റെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മൈ വേ ബൈ കല്യാണിയോ അങ്ങനെ ആ ഒരു ചാനലുണ്ടല്ലോ, മൈ വേ ബൈ കല്യാണി അല്ലേ. അപ്പോൾ ആ പുള്ളിക്കാരിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഞാനും. കുറേ നാളുകൊണ്ട് ഞാൻ ആ പുള്ളിക്കാരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. തുടക്കമൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു യൂട്യൂബറാണ്, നല്ല രീതിയിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി വ്ളോഗ് പോലെയാണ് ചെയ്യുന്നത്. കുറേ കുക്കിങ്, മറ്റേത് മറിച്ചത്, ഒരു കുട്ടിയുണ്ടല്ലോ, കുട്ടീനെ സ്കൂളിൽ വിടുന്നത്, ഹസ്ബൻഡിനെ നോക്കുന്നത്, ഫാമിലി, അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു യൂട്യൂബറാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എടുത്തതിൻ്റെ യൂട്യൂബ്, അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ആവുന്ന സ്ഥിതിക്ക് നമ്മുടെ യൂട്യൂബിൽ ഈ പുള്ളിക്കാരുടെ വീഡിയോസ് ഇങ്ങനെ സജഷൻ വരുമല്ലോ. അങ്ങനെ ഞാൻ ഈ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും പുള്ളിക്കാരൻ്റെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പുള്ളിക്കാരുടെ ഇങ്ങനെ വീഡിയോ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫുള്ള് പ്രൊമോഷൻ വീഡിയോസാണ്. എന്തെങ്കിലുമൊക്കെ പറയും, അവസാനം കൊണ്ടിട്ട് പ്രൊമോഷൻ വീഡിയോ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യും. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോറി ഗേസ്, എൻ്റെ സൗണ്ട് നല്ല ലോ ആയിട്ടാണ് ഈ വീഡിയോയിൽ കേൾക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി പിടിച്ച് പണ്ടാരങ്ങിയിരിക്കുകയാണ്. എനിക്ക് സൗണ്ട് ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രൊമോഷൻ വീഡിയോ. ഈ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത് തെറ്റാണെന്നോ അതിനെ ഒരിക്കലും ചെയ്യരുതെന്നോ ഒന്നും അല്ല പറയാൻ വരുന്നത്. പക്ഷേ നമ്മളൊരു പ്രോഡക്റ്റ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ജെന്യുവൻ ആയിരിക്കണം. ജെന്യുവൻ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്ത് നമുക്ക് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മളത് പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് കുറേ പൈസ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ പ്രൊമോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് പോയി എടുത്ത് ചാടി ഉണ്ടാക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്നതും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റ്സ്. തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം, കാരണം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ഇട്ട് ഇഷ്ടപ്പെട്ടില്ല കളയാം. പക്ഷേ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സും കഴിക്കുന്നതായിട്ടുള്ള പ്രോഡക്ട്സും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ബാക്കി പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിപ്പോൾ സൺസ്ക്രീൻ ആയിക്കോട്ടെ, നമ്മുടെ മേക്കപ്പ് ഇടുന്ന ഐറ്റംസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു നമ്മളിപ്പോൾ ഒരു സാധനം, ഈ സൺസ്ക്രീൻ തന്നെ പല ടൈപ്പുണ്ട്, പല കമ്പനീസ് ഇറക്കുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നമ്മുടെ സ്കിന്നിന് യോജിച്ച നമുക്ക് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ ഓയിലി സ്കിന്നിന് പല ടൈപ്പുണ്ട്, ഡ്രൈ സ്കിന്നിനായിട്ടുള്ള പല ടൈപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ട്. ഒരേ സാധനം തന്നെ പല കമ്പനീസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും നമ്മൾ ചെയ്യത്തില്ല. കാരണം നമ്മൾ പിന്നെ ആരായെന്ന് പറഞ്ഞാലും ഒരു സാധനം, ഇപ്പോൾ ഒരു സൺസ്ക്രീൻ മാത്രമേ നമ്മൾ, ഒരു കമ്പനിയുടെ ഒരു സൺസ്ക്രീൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം ഇത് തേച്ചു, പിറ്റേ ദിവസം വേറെ തേച്ചു, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം വേറെ പ്രോഡക്റ്റ് തേച്ചു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് തന്നെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ പുള്ളിക്കാരി തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു 10-20 വീഡിയോ ഈ സൺസ്ക്രീൻ, ഇപ്പോൾ തന്നെ അവർ ലാസ്റ്റ് ഇറക്കിയ വീഡിയോനകത്ത് ഒരു 5-10 എണ്ണം കയ്യിൽ വെച്ചാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരോടും കൂടിയാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരത് പറഞ്ഞത് അവരുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരിക്കലും ആരും ചെയ്യത്തില്ല. തലയ്ക്കകത്ത് വിവരമുള്ളവരാരും ചെയ്യത്തില്ല. വേറെ കാര്യം, ഒരേ സാധനം ഇപ്പം അത് തീർന്നിട്ട് നമുക്കത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അത് നമ്മൾ സ്കിന്നിൽ തേച്ച് നോക്കി, ഓക്കെ ഇത് സെറ്റ് ആവത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാം. പക്ഷേ വീണ്ടും നമ്മൾ പഴയ യൂസ് ചെയ്യത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുഖത്തിന് ചേരുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് അത് തന്നെ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ പോയി വാങ്ങിച്ച് പിന്നെ അതും നോക്കി അതും നല്ലതാണ്, ഓക്കെ അടുത്തത്, അങ്ങനെ ആരും പോകത്തില്ല. നമുക്ക് എന്താണോ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ എന്തിനാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് തന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്തോളൂ, പ്രൊമോട്ട് ചെയ്തോളൂ, പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തോളൂ. പക്ഷേ പൈസയ്ക്ക് വേണ്ടി ചെയ്യരുത് എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവർ ഈ കാണിച്ചത് പൈസ കിട്ടിക്കൊണ്ടുള്ള വെറും പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കളിക്കരുത്. ഞാൻ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്, കുറേ യൂട്യൂബർമാർ വീഡിയോ ഇടുന്ന കണ്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ചാനലുകളുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു വ്യത്യാസം, ഇവരായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുത്തു, ജസ്റ്റ് ഇതൊക്കെയാണ്, പൈസ കിട്ടി അതുകൊണ്ട് ഇതൊക്കെയാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു പ്രോഡക്റ്റും കാണിച്ചിട്ട് ഇതെല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല, ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ട് പോവല്ല. അത് ഇന്ന സ്കിന്നുകാർക്ക്, ഇപ്പോൾ ഓയിലി സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ഫേസിന് നല്ല മാച്ച് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ നിങ്ങളുടെ ഫേസിന് മാച്ച് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതും കൂടെ ആലോചിക്കണം. പുള്ളിക്കാരിയുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബറിൻ്റെ ഫേസിന് അപ്ലൈ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസും കൂടെ ചെയ്യണം. അല്ലാണ്ട് ഒരു ദിവസം വന്നിട്ട് തേച്ചു ഓക്കെ, അങ്ങനെയും ചെയ്യരുത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് തീരാറാവുമ്പോഴും നമുക്ക് ഓക്കെയാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, സ്കിൻ അലർജി കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല, നിങ്ങൾക്കും അത് യൂസ് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഓയിലി സ്കിന്നുകാർ മാത്രം യൂസ് ചെയ്യുക, കാരണം ഇത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് വരും. അതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രോഡക്റ്റിലും ഇത് ഫോർ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഫോർ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ എല്ലാ നോർമൽ സ്കിന്നിനുള്ളതാണെന്ന് എഴുതി വെച്ചേക്കുന്നത്. വേറെ ചുമ്മാതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലാണ്ട് ചുമ്മാ പൈസ വാങ്ങിച്ചിട്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് പോകാതിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ.